2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച ഒരേ ഒരു മണ്ഡലം ഈ ആലപ്പുഴ നിയോജകമണ്ഡലമാണ്. സഖാവ് AM ആരിഫിലൂടെ ഇടതുപക്ഷം ആ മണ്ഡലം കാത്തു സൂക്ഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. BJPക്കെതിരെയാണ് പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളിൽ രണ്ടുപേർ, ഒന്ന് രാഹുൽ ഗാന്ധി, മറ്റൊന്ന് KC വേണുഗോപാൽ. ഒരാൾ അഖിലേന്ത്യാ നേതൃത്വത്തിലുള്ള ഏറ്റവും പ്രമുഖനാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ കേന്ദ്രത്തിൽ തന്നെ പ്രവർത്തിക്കുകയാണ് KC വേണുഗോപാൽ. KC വേണുഗോപാൽ യഥാർത്ഥത്തിൽ 2 വർഷം MP ആയിട്ട് രാജ്യസഭയിൽ പ്രവർത്തിക്കാനുള്ള ഭരണഘടനാപരമായ അധികാരാവകാശമുള്ള MP ആണ്. സ്വാഭാവികമായിട്ടും ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ വ്യക്തതയോടുകൂടി തീരുമാനിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇവിടെ KC വേണുഗോപാൽ നിലവിൽ MP ആണ്, 2 കൊല്ലം കൂടി തുടരാം. ഇവിടെ നിലവിലുള്ള ഇപ്പോഴത്തെ കാലാവധി തീരാൻ പോകുന്ന MP ആണ് ആരിഫ്. ആരിഫ് ജയിക്കുന്നതോടെ 2 MPമാർക്കുള്ള സാധ്യതയാണ്. ഒരു MP വേണോ 2 MP വേണോ എന്നുള്ളതാണ് ഇവിടെയുള്ള ചോദ്യം. സ്വാഭാവികമായിട്ടും ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ 2 MPയും ഉണ്ടാവട്ടെ എന്ന് തീരുമാനിക്കും. ഇവിടെ ലോകസഭാ MPയും അവിടെ രാജ്യസഭാ MPയും ഉണ്ടാവുന്നതാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന വിധി എന്ന കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വെക്കുകയാണ്. പിന്നെ BJPക്കെതിരായിട്ടാണ് ഞങ്ങളുടെ മത്സരം എന്നാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ BJP ഇല്ലാതെ കേരളത്തിലാണ് 2 പ്രമുഖരും മത്സരിക്കുന്നത്. ആ മത്സരത്തിലും രസകരമായ ഒരു കാര്യം, അവർക്ക് യഥാർത്ഥത്തിൽ പതാക ഉയർത്താനാവുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ പതാകയും വേണ്ട, ലീഗിൻ്റെ പതാകയും വേണ്ട എന്ന കാര്യം യഥാർത്ഥത്തിൽ അവർക്ക് ആ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാര്യമായിട്ട് നേതൃത്വം നൽകുന്നത് ലീഗാണ്. കോൺഗ്രസിൻ്റെ പതാകയും ലീഗിൻ്റെ പതാകയും അന്ന് നോമിനേഷൻ കൊടുക്കുന്ന സന്ദർഭത്തിൽ ഉൾപ്പെടെ ഉപയോഗിച്ചു. പക്ഷേ നോമിനേഷൻ കൊടുത്ത് ഡൽഹിയിലേക്ക് തിരിച്ചെത്തുന്ന സന്ദർഭമാകുമ്പോഴേക്ക് BJP വ്യാപകമായ പ്രചാരവേല സംഘടിപ്പിച്ചു. അത് വേറൊന്നുമില്ല, കോൺഗ്രസിൻ്റെ പതാകയോടൊപ്പം പാകിസ്ഥാൻ പതാക ഉയർത്തിയിരിക്കുന്നു എന്നാണ് അന്ന് വിമർശിച്ചത്. ആ വിമർശനത്തിന് ശരിയായ മറുപടി ഇത് മുസ്ലിം ലീഗിൻ്റെ പതാകയാണെന്നും മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാനവിടെ മത്സരിച്ച് ജയിക്കുന്നത് എന്നും പറയാനുള്ള ആർജവം യഥാർത്ഥത്തിൽ അവർ കാണിക്കേണ്ടതാണ്. രാഹുൽ ഗാന്ധി ആ തുറന്നു പറയൽ നടത്തിയില്ല. മുസ്ലിം ലീഗിനെ തമസ്കരിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ്സാണ് ജയിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വയനാട് നിയോജകമണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ടില്ല എങ്കിൽ അവിടെ കോൺഗ്രസ് ജയിക്കുന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. അപ്പോൾ അത്രയും പ്രാധാന്യം ഉണ്ടായിട്ടും അത് വിശദീകരിക്കാൻ യഥാർത്ഥത്തിൽ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കഴിഞ്ഞ അനുഭവം വെച്ച് BJP ഭയം, BJPയുടെ വിമർശന ഭയം കൊണ്ട് അവർ ആദ്യം തീരുമാനിച്ചു മുസ്ലിം ലീഗിൻ്റെ കൊടി വേണ്ട. മുസ്ലിം ലീഗിൻ്റെ കൊടി വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിൻ്റെ കൊടി ഉയർത്തിക്കൊണ്ട് പോകാൻ
സാധിക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തീരുമാനിച്ചു 2 കൊടിയും വേണ്ട. ഇങ്ങനെ കൊടി ഉപേക്ഷിച്ച തെരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് നിർബന്ധിതമായ ഒരവസ്ഥ ഉണ്ടായത് BJP ഭയം കൊണ്ടാണ്. ഈ BJPയുടെ വിമർശനത്തെ തന്നെ ഭയപ്പെടുന്ന ഇവർക്ക് എങ്ങനെയാണ് ഫാസിസത്തെ നേരിടാനാവുക? നമ്മളിപ്പോഴീ ഇന്ത്യയിൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം, ഈ ഇന്ത്യ നിലനിൽക്കണോ? ഈ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഭരണഘടനയും അതുപോലെ തന്നെ ഫെഡറൽ സംവിധാനവും ഉൾക്കൊള്ളുന്ന ഇന്ത്യ നിലനിൽക്കണോ? അല്ല ഹിന്ദുത്വ ഫാസിസത്തിലേക്കുള്ള രാജ്യത്തെ പരിവർത്തനം ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള BJPയുടെ നിലപാടിനെ വിജയിപ്പിക്കണോ? ഇതാണ് 2 ഭാഗം. ഒന്ന് ഇന്ത്യയെ നിലനിർത്തണമെന്നുള്ളതും മറ്റൊന്ന് ഫാസിസത്തിലേക്ക് പോകണം എന്നുള്ളതാണ്. ഫാസിസത്തിലേക്ക് പോകണം എന്ന് തീരുമാനിച്ച ഈ BJP സംഘപരിവാർ വിഭാഗത്തിനെതിരായി ഫലപ്രദമായ ഒരു നേതൃത്വമായി പ്രവർത്തിക്കാനാവുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം പതാക ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോകാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.